വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 3-ാം അധ്യായം 9 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ. ആൾത്തിരക്കിൽപ്പെട്ട് ഞെരുങ്ങാതിരിക്കുന്നതിന് അവൻ ശിഷ്യന്മാരോട് ഒരു വള്ളം ഒരുക്കി നിർത്താൻ ആവശ്യപ്പെട്ടു. എന്തെന്നാൽ അവൻ പലർക്കും രോഗശാന്തി നൽകിയതുമൂലം രോഗമുണ്ടായിരുന്നവരെല്ലാം അവനെ സ്പർശിക്കാൻ തിക്കിത്തിരക്കിക്കൊണ്ടിരുന്നു. അശുദ്ധാത്മാക്കൾ അവനെ കണ്ടപ്പോൾ അവന്റെ മുൻപിൽ വീണ്, "നീ ദൈവപുത്രനാണ്" എന്ന് വിളിച്ചു പറഞ്ഞു. തന്നെ വെളിപ്പെടുത്തരുതെന്ന് അവനവയ്ക്ക് കർശനമായ താക്കീത് നൽകി. ഓർമ്മിക്കുക, യേശു പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടവനായി മരുഭൂമിയിലേക്ക് നയിക്കപ്പെട്ടപ്പോൾ അവിടെയും ദൈവസാന്നിധ്യമുണ്ടായി. ദൈവസാന്നിധ്യത്തിനു മുൻപിൽ അത്ഭുതങ്ങൾ രൂപം കൊണ്ടു. ജീവിതത്തിൽ അലകൾ ആഞ്ഞടിച്ചപ്പോൾ ക്രിസ്തു സാന്നിധ്യത്തെ ദർശിക്കുന്നവന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാകുമെന്ന് സുവിശേഷം സാക്ഷ്യമേകി. ഗലീലി കടൽ തീരത്ത് ക്രിസ്തു സാന്നിധ്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞവർ രോഗശാന്തിക്കായി ഓടിക്കൂടി. എന്തെന്നാൽ അവൻ പലർക്കും രോഗശാന്തി നൽകിയതുമൂലം രോഗമുണ്ടായിരുന്നവരെല്ലാം അവനെ സ്പർശിക്കുവാൻ തിക്കിത്തിരക്കിക്കൊണ്ടിരുന്നു. മരുഭൂമി അനുഭവങ്ങളെ ദൈവാനുഭവങ്ങളായി തിരിച്ചറിയാൻ സാധിക്കാത്തതുകൊണ്ടാണ് മനുഷ്യർ വഴിതെറ്റിപ്പോകുന്നത്. നമുക്ക് ജീവിതത്തിൽ ഇടുങ്ങിയ വഴിയിലൂടെ ദൈവസാന്നിധ്യത്തെ ദർശിക്കുവാൻ പഠിക്കാം. ദൈവത്തെ തേടുന്നവനെ ദൈവം കൈവിടില്ല. ദൈവത്തെ തേടുവാൻ മരുഭൂമി അനുഭവങ്ങൾ നമുക്ക് കരുത്തു പകരും. മരുഭൂമി അനുഭവത്തിൽ നിന്ന് കരുത്താർജിക്കുന്നവന് വചനങ്ങൾ നിറദീപങ്ങളായി പകരുവാൻ കഴിയും. വചനപ്രഘോഷണത്തിന്റെ ഉറവിടം പ്രാർത്ഥനയായിരിക്കണം. ക്രിസ്തുവിന്റെ വചനങ്ങൾക്ക് കരുത്തു പകർന്നത് മരുഭൂമി അനുഭവങ്ങളായിരുന്നു. പ്രാർത്ഥനാ ജീവിതം സജീവമാകുവാൻ മരുഭൂമി അനുഭവങ്ങൾ നമ്മെ സഹായിക്കും. അതിനുള്ളിലെ ദൈവിക സാന്നിധ്യം തിരിച്ചറിയുവാൻ എല്ലാവർക്കും ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. തീരും മുൻപേ
എന്നും